ദർശൻ ഇന്ത്യ ടൂർസ് സംഘടിപ്പിക്കുന്ന 5 ദിവസത്തെ കാശ്മീർ യാത്രയുടെ ഭാഗമായിട്ടാണ് കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഹൈദരാബാദായി ശ്രീനഗറിലേക്ക് യാത്ര ചെയ്യാൻ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മനോഹരമായ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 24 പേരും ടൂർ കോർഡിനേറ്ററായ അരുണും അടങ്ങുന്ന സംഘം ഇപ്പോൾ ഹൈദരാബാദിലേക്ക് യാത്ര ആരംഭിക്കാനായി കൊച്ചിൻ ഇൻ്റർനാഷണൽ ടെർമിനൽ 1 ഡിപ്പാർച്ചറിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. പരസ്പരം പരിചയപ്പെടലും വിശേഷം പങ്കുവെക്കലും ഒക്കെ കഴിഞ്ഞ് ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്ക് 9:30 പുറപ്പെടുന്ന ഇൻഡിഗോ വിമാനത്തിൽ യാത്ര തിരിച്ചിരിക്കുകയാണ്. വിമാനം പറന്നുയർന്നപ്പോൾ തന്നെ മനോഹരമായ ഒത്തിരിയേറെ കാഴ്ചകളാണ് ജനലരികിലിരുന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ചരിത്രവും പ്രാധാന്യവുമൊക്കെയാണ് ഓടിയെത്തുക. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള ഈ യാത്രയിൽ ഉടനീളം ഒത്തിരിയേറെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. കേരളത്തിൻ്റെ പച്ചപ്പിൽ നിന്നും ഡെക്കൻ പീഠഭൂമിയുടെ ചരിത്രപരമായ പ്രൗഢിയിലേക്കുള്ള മനോഹരമായ ഒരു മാറ്റമാണ് ഇതിലൂടെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. കൊച്ചി എന്നാൽ സുസ്ഥിരതയുടെ കവാടം എന്നാണ് നാം കരുതുന്നത്. യാത്ര തുടങ്ങുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളത്തിൽ നിന്നാണെന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ആയിരക്കണക്കിന് സോളാർ പാനലുകൾ പരിസ്ഥിതി സൗഹൃദമായ വികസനത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. കേരളത്തിൻ്റെ തനതായ വാസ്തുവിദ്യയിൽ പണി കഴിപ്പിച്ച ടെർമിനുകൾ ഒരു വിദേശ വിമാനത്താവളത്തിൽ എത്തിയ പ്രതീതിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. വെറും 1 മണിക്കൂർ 35 മിനിറ്റ് നീളുന്ന ഈ യാത്രയിൽ ഭൂപ്രകൃതി മാറുന്നത് ജനൽ സീറ്റിന് അരികിലിരുന്ന് കാണുന്നത് ഒരു അതിശയകരമായ കാഴ്ച തന്നെയാണ്. കേരളത്തിലുടനീളം തെങ്ങിൻ തോട്ടങ്ങളും കായലുകളും നിറഞ്ഞ കേരളത്തിൻ്റെ പച്ചപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ നമ്മുടെ യാത്ര തുടരുമ്പോൾ പശ്ചിമഘട്ട നിരകൾ കടന്ന് വിമാനം നീങ്ങുമ്പോൾ ഭൂമി കൂടുതൽ വരണ്ടതായും കുന്നുകൾ നിറഞ്ഞതായും മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ദക്ഷിണേന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഹൈദരാബാദ് എന്നാൽ ആധുനികതയുടെ കേന്ദ്രവും സോഫ്റ്റ്വെയർ ഹബ്ബുമാണ്. ഹൈദരാബാദിലെ ശംഷാബാദിൽ ഇറങ്ങുമ്പോൾ ആണ് നമുക്ക് ഹൈദരാബാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ലഭിക്കുക. ഈ വിമാനത്താവളം ലോകോത്തര നിലവാരത്തിലുള്ള ഒരു വിമാനത്താവളമാണ്. വിശാലമായ ഇടനാഴികളും വേഗത്തിലുള്ള നടപടിക്രമങ്ങളും ഹൈദരാബാദിൻ്റെ ഹൈടെക് സംസ്കാരത്തിന് ഏറെ ചേർന്നതാണ് എന്നതാണ് നമ്മെ വിസ്മയിപ്പിക്കുന്നത്. ഇങ്ങനെ നാം പറന്നിറങ്ങാനിരിക്കുന്ന ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ താഴെ പ്രകൃതി എത്ര മനോഹരമാണോ അത്രയും മനോഹരമായ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. ഈ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെയുള്ള ഭക്ഷണശാലകളിൽ നിന്നുള്ള ഹൈദരാബാദി ബിരിയാണിയുടെയും ഇറാനി പാരമ്പര്യം വിളിച്ചു വന്ന ഒന്നുകൂടിയാണ്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള മികച്ച കണക്ടിവിറ്റിയും ഗതാഗത സൗകര്യങ്ങളും ഈ യാത്രയെ കൂടുതൽ ആയാസരഹിതമാക്കുന്നു. ഇങ്ങനെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട്
ഹൈദരാബാദിൽ ഇറങ്ങിയതിന് ശേഷം ഏതാണ്ട് 1.5 മണിക്കൂർ ലേ ഓവറിന് ശേഷം അവിടെ നിന്നും ഇപ്പോൾ നാം ശ്രീനഗർ വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ വിമാനത്തിൽ. നാം ഹൈദരാബാദിൽ നിന്നും ഉയരുമ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ കൊച്ചിയുടെ ഓർമ്മകളാണ് പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. കൊച്ചിയിലെ നിന്നുള്ള ഈ യാത്ര ശാന്തമായ തീരപ്രദേശത്ത് നിന്ന് വേഗത്തിൽ ഓടുന്ന ഒരു മഹാനഗരത്തിലേക്കുള്ള പാലമായി വർത്തിക്കുന്നു. മലയാളത്തിൻ്റെ തനിമ വിട്ട് തെലുങ്ക് സംസ്കാരത്തിൻ്റെയും മുഗൾ ചരിത്രത്തിൻ്റെയും സംഗമ ഭൂമിയിലേക്കുള്ള ഒരു വിമാനയാത്ര ഓരോ സഞ്ചാരിക്കും ഒരു മികച്ച അനുഭവമാണ് നൽകുന്നത്. അതിലുപരി രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ശ്രീനഗർ വിമാനത്താവളത്തിലേക്കുള്ള വിമാനയാത്ര ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പീഠഭൂമിയിൽ നിന്നും വടക്കേ അറ്റത്തുള്ള ഹിമാലയൻ താഴ്വരകളിലേക്കുള്ള വിസ്മയിപ്പിക്കുന്ന ഒരു പ്രയാണമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഇവിടെ ആധുനികതയിൽ നിന്ന് ഉള്ള ഒരു തുടക്കമാണ് ഹൈദരാബാദിൽ നിന്നും നാം കുറിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ തിളക്കമാർന്നതും അത്യാധുനികവുമായ വിമാനത്താവളത്തിൽ നിന്നാണ് നമ്മുടെ ഈ മനോഹര യാത്ര തുടങ്ങുന്നത്. എങ്ങും അതിശയിപ്പിക്കുന്ന വിസ്മയകരമായ കാഴ്ചയാണ് നമുക്ക് ജനാലകളിൽ ഇരുന്ന് താഴേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ വിമാനത്താവളം നഗരത്തിൻ്റെ IT പ്രൗഢിയെയും വേഗതയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഒരു കപ്പ് ഇറാനി ചായയും കുടിച്ച് ഹിമാലയത്തിൻ്റെ തണുപ്പിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു യാത്രാനുഭവമാണ് നമുക്ക് നൽകുക. ഏകദേശം 3 മണിക്കൂർ നീളുന്ന ഈ യാത്രയിൽ ജനറൽ സീറ്റിനരികിലിരുന്ന് നോക്കിയാൽ ഇന്ത്യയുടെ വൈവിധ്യം നമുക്ക് വളരെ വ്യക്തമായി കാണാനാവുന്നതാണ്. ആദ്യം വരണ്ടതും പാറക്കെട്ടുകൾ നിറഞ്ഞതും ആയ ദക്ഷിണേന്ത്യൻ സമതലങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെടുക. അതിനുശേഷം വിമാനം വടക്കോട്ട് നീങ്ങുന്തോറും ദൃശ്യങ്ങൾ മാറുന്നു. ആകാശത്ത് വെള്ളി വിരിച്ചതുപോലെ മഞ്ഞും മൂടിയ ഹിമാലയൻ നിരകൾ താഴെ തെളിയുമ്പോൾ ഏതൊരു സഞ്ചാരിയുടെയും ഉള്ളിൽ ഭക്തിയും വിസ്മയവും ഒരുപോലെ നിറയും. ഇതിനുശേഷം നാം പറന്നിറങ്ങുന്നതോ ലോകത്തിലെ തന്നെ സ്വർഗം എന്നറിയപ്പെടുന്ന ശ്രീനഗറിലേക്കാണ്. ശ്രീനഗറിലെ ഷെയ്ഖ് ഉൽ അലം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലെ തണുപ്പും ശുദ്ധവായുവും നമ്മെ വളരെ ശാന്തമായി സ്നേഹോഷ്മളമായി സ്വീകരിക്കും. സൈനിക നിയന്ത്രണത്തിലുള്ള വിമാനത്താവളമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സുരക്ഷാ നടപടികൾ അല്പം കർശനമാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാശ്മീരിൻ്റെ സൗന്ദര്യം എല്ലാ ക്ഷീണവും പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റാൻ ഉതകുന്നതാണ്. പൈൻ മരങ്ങളുടെയും കുങ്കുമപ്പൂവിൻ്റെയും ഗന്ധം കലർന്ന കാശ്മീരി കാറ്റ് ഹൈദരാബാദിലെ തിരക്കുകളിൽ നിന്ന് നമ്മെ പൂർണ്ണമായും മോചിപ്പിച്ച് ഒരു സ്വർഗതുല്യമായ അനുഭവമാണ് നമുക്കിവിടെ നൽകുക. ഹൈദരാബാദിലെ ചൂടിൽ നിന്നും തിരക്കുകളിൽ നിന്നും കാശ്മീരിലെ ശാന്തതയിലേക്കും തണുപ്പിലേക്കുമുള്ള ഈ യാത്ര കേവലം ഒരു സഞ്ചാരമല്ല, അത് ആധുനികതയിൽ നിന്ന് പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള ഒരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ബിരിയാണിയുടെ നഗരത്തിൽ നിന്ന് കൗവയുടെ നാട്ടിലേക്കുള്ള ഈ പറക്കൽ ഓരോ സഞ്ചാരിക്കും മറക്കാനാവാത്ത ഒത്തിരിയേറെ ഓർമ്മകളാണ് നൽകുക. ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിലേക്കാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാശ്മീർ എന്നാൽ പ്രാർത്ഥനയുടെയും പ്രകൃതിയുടെയും ഒരു മടിത്തട്ട് കൂടിയാണ്. കാശ്മീർ എന്നത് കേവലം ഒരു ഭൂപ്രദേശം മാത്രമല്ല, അത് ഒരു വികാരമാണ്.
നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരവുമാണ്. മഞ്ഞുമൂടിയ ഹിമാലയൻ കൊടുമുടികളും പൈൻ മരങ്ങൾ നിറഞ്ഞ താഴ്വാരങ്ങളും ശാന്തമായി ഒഴുകുന്ന ചലം നദിയും ചേർന്ന ഒരു കാവ്യം പോലെയാണ് കാശ്മീർ നമുക്ക് അനുഭവപ്പെടുക. കാശ്മീർ നമുക്ക് കാഴ്ചയുടെ വസന്തമാണ് ഒരുക്കുന്നത്. ശ്രീനഗറിലെ ദാൽ തടാകത്തിലൂടെ ഒരു ശിക്കാര വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ള നിശബ്ദതയും സൗന്ദര്യവും നമ്മെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കും. തടാകത്തിന് മുകളിലെ ഒഴുകുന്ന പൂന്തോട്ടങ്ങളും ഹൗസ് ബോട്ടുകളും കാശ്മീരിൻ്റെ മാത്രം തനിമയാണ്. ഗുൽമാർഗിലെ മഞ്ഞുപാളികളും പഹൽഗാമിലെ പച്ചപ്പും പ്രകൃതി കാശ്മീരിന് നൽകിയ വരദാനങ്ങളാണ്. ഇങ്ങനെ ഈ കാശ്മീരിനെ പറ്റിയും ശ്രീനഗറിനെ പറ്റിയും അതിൻ്റെ സംസ്കാരത്തെപ്പറ്റിയും പ്രകൃതി ഭംഗിയെപ്പറ്റിയും ഒക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് കാശ്മീരിനോട് ശ്രീനഗറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനാലിലൂടെ താഴേക്ക് നോക്കുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന അതിശയകരമായ അതിമനോഹരമായ കാഴ്ചയാണ് എങ്ങും നമുക്ക് കാണാൻ സാധിക്കുക. നിറഞ്ഞ് പരന്നു കിടക്കുന്ന ഹിമാലയൻ മലനിരകളും കിരീടമണിഞ്ഞതുപോലെ മഞ്ഞിൻ്റെ തലപ്പാവണിഞ്ഞതുപോലെ ഗിരിശൃംഗങ്ങളെ മൂടി നിൽക്കുന്ന ഹിമപാളികളും ഒക്കെയായി വളരെയേറെ സൗന്ദര്യം ജനിപ്പിക്കുന്ന ഒരു സ്വർഗതുല്യമായ സൗന്ദര്യമാണ് നമ്മുടെ കണ്ണിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴും ഞാൻ കാശ്മീരി ജനതയെപ്പറ്റിയും അവരുടെ സംസ്കാരത്തെപ്പറ്റിയും അവരുടെ ആതിഥ്യമര്യാദയെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാശ്മീരി ജനതയുടെ അതിഥി സൽക്കാരം ലോകപ്രശസ്തമായ ഒന്നാണ്. ചൂടുള്ള കവ്വ ചായയും പാരമ്പര്യ വിഭവമായ വാസ്വാൻ ഭക്ഷണവും മനസ്സിന് ചൂട് നൽകുന്നവയാണ്. അവിടുത്തെ കരകൗശല വിദ്യകളും പഷ്മിന ഷാളുകളും അവരുടെ കലാപരമായ വൈഭവത്തെ വിളിച്ചോതുന്നതാണ് എന്നുമെന്നും. എത്രയൊക്കെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ചരിത്രത്തിൽ ഉണ്ടെങ്കിലും കാശ്മീരിൻ്റെ പ്രകൃതി സൗന്ദര്യവും അവിടുത്തെ മനുഷ്യരുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയും ആരെയും ആകർഷിക്കുന്ന ഒന്നുകൂടിയാണ്. കുങ്കുമപ്പൂ വിളയുന്ന പാമ്പൂർ പാടങ്ങളും അതുപോലെ തന്നെ മനോഹരമാണ് ഈ നാട്ടിലെ ഓരോ കാഴ്ചകളും. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ കാശ്മീരാണ് എന്ന് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് ഓരോ സഞ്ചാരിയും ഇവിടെ എത്തുമ്പോൾ മാത്രമേ അത് തിരിച്ചറിയുകയുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും കാശ്മീരിലെ ആ തണുപ്പിലൂടെ നടക്കുക എന്നത് ഏതൊരു യാത്രികൻ്റെയും സ്വപ്നം കൂടിയാണ്. കാശ്മീരിലെ ഏത് സ്ഥലത്തെക്കുറിച്ചും നമുക്ക് വാചാലമല്ലാതെ സംസാരിക്കാനോ ചിന്തിക്കാനോ കഴിയുകയില്ല. കാശ്മീരിനോട് നാം സഞ്ചരിക്കുന്ന വിമാനം അടുക്കുമ്പോഴും കാശ്മീരിൻ്റെ ചരിത്രമാണ് എൻ്റെ മനസ്സിൽ കൂടി മിന്നിമറയുന്നത്. താഴെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോഴും കാശ്മീരിൻ്റെ അതിപുരാതനവും അതിനൂതനവുമായ അനേകം ചരിത്ര വിഷയങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ ഓടിയകലുന്നത്. കാശ്മീരിൻ്റെ ചരിത്രം എന്നത് നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ ഋഷിമാരുടെയും രാജാക്കന്മാരുടെയും വിദേശ അധിനിവേശനങ്ങളുടെയും സങ്കീർണമായ ഒരു ഇതിഹാസമാണ്. കാശ്മീരിൻ്റെ ഐതിഹ്യവും ആദിമ ചരിത്രവും നമ്മെ തികച്ചും സ്തബ്ധരാക്കുന്ന ഒന്നാണ്. ഐതിഹ്യങ്ങൾ പ്രകാരം സതീസരം എന്ന പേരുള്ള ഒരു വലിയ തടാകമായിരുന്നു കാശ്മീർ. കശ്യപ ഋഷി ഈ തടാകത്തിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞാണ് മനുഷ്യവാസം സാധ്യമാക്കിയത് എന്നതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ നാടിന് കാശ്മീർ കശ്യപൻ്റെ നാട് എന്ന് പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം. BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടെ കാലത്താണ് കാശ്മീരിൽ ബുദ്ധമതം പ്രചരിക്കുന്നത്. അക്കാലത്ത് അദ്ദേഹം ശ്രീനഗരി എന്ന് ഈ നഗരം സ്ഥാപിച്ചു.
അത് പിന്നീട് ശ്രീനഗർ ആയി എന്നാണ് ചരിത്രം. ലളിതാദിത്യ മുക്തപീഡൻ ആയിരുന്നു കാശ്മീരിലെ ഏറ്റവും ശക്തനായ രാജാവ്. അദ്ദേഹം പണികഴിപ്പിച്ച മാർത്താണ്ഡ സൂര്യക്ഷേത്രം കാശ്മീരിൻ്റെ പുരാതന പ്രൗഢിയുടെ ഒരു അടയാളമായി ഇന്നും നിലകൊള്ളുന്നു. 14-ാം നൂറ്റാണ്ടോടെ കാശ്മീരിലെ ഭരണം മുസ്ലിം സുൽത്താൻമാരുടെ കൈകളിലെത്തുകയുണ്ടായി. ബാദുഷഹ എന്നാൽ മഹാനായ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന ഇദ്ദേഹം സുൽത്താൻ സൈനുൽ അബ്ദീൻ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം ആയിരുന്നു കാശ്മീരിൻ്റെ സുവർണ കാലം. കല, സാഹിത്യം, കൃഷി എന്നിവയ്ക്ക് അദ്ദേഹം നൽകിയ പിന്തുണ ഇന്നും സ്നേഹത്തോടെ സ്മരിക്കപ്പെടുന്നുണ്ട്. 1586 അക്ബർ ചക്രവർത്തി കാശ്മീർ കീഴടക്കി. മുഗൾ ചക്രവർത്തിമാർക്ക് കാശ്മീർ ഒരു വേനൽക്കാല വസതിയായിരുന്നു. നിഷാദ് ബാഗ്, ഷാലിമാർ ബാഗ് തുടങ്ങിയ മനോഹരമായ പൂന്തോട്ടങ്ങൾ അവർ നിർമ്മിച്ചവയാണ്. ഇങ്ങനെ കാശ്മീരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നാം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ഇൻഡിഗോ വിമാനം കാശ്മീരിലേക്ക് താഴ്ന്ന് പറന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും അതിമനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഇങ്ങനെ കാശ്മീരിൻ്റെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ കാശ്മീരിൻ്റെ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ ചരിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് പിന്നെയും ഓടിയെത്തുക. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കാശ്മീർ സിഖ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. പിന്നീട് 1846 ബ്രിട്ടീഷുകാർ കാശ്മീരിനെ അമൃത്സർ ഉടമ്പടി പ്രകാരം ഗുലാബ് സിംഗിന് വിറ്റു. ഇതോടെയാണ് ജമ്മു കാശ്മീർ എന്ന നാട്ടുരാജ്യം രൂപപ്പെടുന്നത്. ഡോഗ്ര വംശജരായ രാജാക്കന്മാരാണ് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇവിടെ ഭരണം നടത്തിയത്. എന്നാൽ 1947 വിഭജനവും ലയനവും ഒത്തിരിയേറെ ചരിത്ര സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്നത് മഹാരാജ ഹരിസിംഗ് ആയിരുന്നു. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാതെ സ്വതന്ത്രമായി നിൽക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ പാകിസ്ഥാൻ പിന്തുണയോടുള്ള ഗോത്രവർഗക്കാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ സഹായം തേടുകയും ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്ഷൻ ഒപ്പിട്ട് ഇന്ത്യയുടെ ഭാഗമാകുകയും ചെയ്തു. അങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി തീർന്നത്. ഇന്നും കാശ്മീർ നമ്മുടെ അഭിമാനമായി തുടരുന്നത് അന്ന് നടത്തിയ ആ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ എന്ന ഒപ്പിട്ട ആ മഹാസംഭവമായിരുന്നു. കാശ്മീർ ആത്മീയതയുടെയും പണ്ഡിതന്മാരുടെയും നാടായ കാശ്മീർ ശാരദാപീഠം കാലക്രമേണ പല രാഷ്ട്രീയ മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. കൽഹണൻ്റെ രാജതരംഗിണി എന്ന ഗ്രന്ഥം കാശ്മീരിൻ്റെ ഈ സംഭവ ബഹുലമായ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രധാന കൃതിയാണ്. ഇന്ന് കാശ്മീർ അതിൻ്റെ ഭൂതകാലത്തിൻ്റെ മുറിവുകളും പേറി പ്രകൃതി ഭംഗിയാൽ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു അത്ഭുത പ്രദേശമാണ്. ലോകത്തിലെ ഒരു സ്വർഗമുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഒരു സ്വർഗമുണ്ടെങ്കിൽ നമുക്ക് നിശ്ചയമായും അഹങ്കാരത്തോടെ പറയാം അത് കാശ്മീരാണ് എന്ന്. അത്രയേറെ പ്രകൃതി ഭംഗിയാണ്, അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ്, അത്രയേറെ ഭംഗിയാണ് കാശ്മീർ നമുക്കായി കരുതി വച്ചിരിക്കുന്നത്. ഈ മനോഹരമായ കാഴ്ചകളിലേക്കാണ് നാം ഇന്ന് പുറപ്പെട്ട് എത്തിച്ചേരാനിരിക്കുന്നത്. ഇങ്ങനെ നാം കാശ്മീരിൻ്റെ മനോഹാരിതയെപ്പറ്റിയും സൗന്ദര്യത്തെപ്പറ്റിയും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ഇൻഡിഗോ വിമാനം കാശ്മീരിനോടും ഒപ്പം നാം ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ശ്രീനഗർ എയർപോർട്ടിനോടും
അടുത്തുകൊണ്ടിരിക്കുകയാണ്.